ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ അതിൽ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഞാൻ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാവർക്കും ഇപ്പം ചോദിച്ച ചോദ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരങ്ങളും, അപ്പോൾ കുറേ ആൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ഇല്ല കുറേ ആൾക്ക് അറിയാൻ ഉദ്ദേശിക്കുന്നത് കുറേ ഡൗട്ട്സ് ഒക്കെയാണ് ഒരാൾ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാം. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഈ എയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചിട്ടെല്ലാം. പിന്നെ അത് കാര്യങ്ങളിൽ അങ്ങോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം ഓരോരു കാര്യങ്ങൾ. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരും. പിന്നെന്ന് വെച്ചെങ്കിൽ പിന്നെ കുറേ ആൾ എന്നോട് ചോദിച്ചു വെച്ചെങ്കിൽ ഈ ഒരു സിറ്റിങ്ങിൽ തന്നെ നിങ്ങൾ ഫുള്ള് കവർ ചെയ്യാനോ ഈ വെറും ഫ്രണ്ട് മാത്രം എന്താ ചെയ്തത്, അത് ഫുള്ള് കവർ ചെയ്തൂടെ. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം നമുക്ക് അത്ര റിസൾട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല, അത് ക്ലിനിക്കിൻ്റെ പ്രശ്നമാണോ, നമ്മൾ പോയ ക്ലിനിക്കിൻ്റെ പ്രശ്നമാണോ, അത് ഫ്രീ കോസ്റ്റിലാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ ഇത് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് ഇവിടെ തന്നെ ചെയ്ത് അതും ഒന്ന് ബാക്ക് ചെയ്തുകൂടെ, കുറേ ആൾ എന്നോട് ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡൗട്ട്സുകൾക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. അതായത് ഏത് രീതിയിലാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ഐഡിയ ഇല്ല എന്ന് കുറേ ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാനത് കാര്യങ്ങളെ വ്യക്തമായിട്ട് ഞാൻ പറയാം. അതായത് കുറേ ആളെന്ന് വെച്ചെങ്കിൽ ഫ്രണ്ട് ഏരിയ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. കുറേ ആളത് ക്രൗൺ ഏരിയ പോയിട്ടുണ്ടാവും, ബാക്കിയൊക്കെ സെറ്റ് ആയിരിക്കും. പിന്നെ കുറേ ആളത് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും, ക്രൗൺ ഏരിയയും ഫ്രണ്ടും എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല റിസൾട്ട് വരണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം സംഭവം എന്താക്കാം, കവർ ചെയ്യാം, ഒറ്റൊരു ഏരിയയിൽ മാത്രം. അപ്പം ഇപ്പം ഫ്രണ്ടാണ് ഇപ്പം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം കവർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യേണ്ടത്, ബാക്കിലേക്ക് നോക്കണ്ട. ഇപ്പോൾ ഒരു 3000 ഗ്രാഫ്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടും ബാക്കും എല്ലാം വെക്കാം. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും വെക്കുന്ന സമയത്ത് നല്ല ഗ്യാപ്പ് നമുക്ക് കാണാറുണ്ട്. പിന്നെ നമുക്ക് റിസൾട്ട് ഒരു പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടിയില്ല. അത് ഒരു ഗ്യാപ്പായിട്ട് നമുക്കൊരു നല്ല റിസൾട്ട് വരില്ല. ഭയങ്കര ഗ്യാപ്പ്, എല്ലാത്തിനും മുടി വരും, പക്ഷെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, നമുക്കൊരു സെറ്റായില്ല. അപ്പോൾ എന്താക്കുക വെച്ചെങ്കിൽ ആ 3000 ഗ്രാഫ്റ്റ് എന്താക്കുക ഫ്രണ്ടിൽ മാത്രം വെച്ചെങ്കിൽ നല്ലൊരു രീതിയിൽ കവർ ചെയ്യും, കംപ്ലീറ്റ് കവർ ആവാൻ പറ്റും. എന്നിട്ടൊന്ന് മുടി വരുമ്പോൾ ഇപ്പോൾ എൻ്റെ വീട് കുറച്ച് കുറവുണ്ട്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് കുറച്ച് മുടി വരുമ്പോൾ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് കവർ ചെയ്ത് പോകുന്ന സംഭവമേ ഉള്ളൂ, പേടിക്കാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രം എന്താക്കുക ഒരു സിറ്റിങ്ങിൽ കംപ്ലീറ്റ് വെക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ഇവിടെ പകുതി ബാക്കിൽ വെച്ച് അതൊരിക്കലും അങ്ങനെ നിൽക്കണ്ട. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് കവറാവും, പക്ഷെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്രോപ്പറായിട്ട് നമുക്ക് എന്തായില്ല കിട്ടില്ല. ഇപ്പോൾ ക്രൗൺ ഏരിയയിൽ മാത്രം വെക്കുന്നെങ്കിൽ എന്താക്കുക ആ 3000 ഗ്രാഫ്റ്റ് അവിടെ മാത്രം ഒന്ന് ഫില്ല് ചെയ്തെങ്കിൽ നല്ല സെറ്റായിട്ട് വരും. ഇനി അതല്ല ഇപ്പോൾ ഇവിടെ ആണെങ്കിലും 3000 ഗ്രാഫ്റ്റ് ഇവിടെ മാത്രം വെച്ചെങ്കിൽ കംപ്ലീറ്റ് നല്ല സെറ്റായിട്ട് വരും. പിന്നെ കുറേ ആളത് കുറച്ച് മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്താക്കാം ആ ഒരു ഏരിയ നല്ല പാല് കവർ ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇനി ഈടെ എവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയിലേത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. പിന്നെ കുറേ ആൾ ഇപ്പോൾ മൊത്തത്തിൽ പോയിട്ടുണ്ട്. മൊത്തത്തിൽ പോയ സമയത്ത് അവർ പറയുന്നത് വെച്ചെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ, അതായത് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നല്ലോ. അതെന്ന് വെച്ചെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രോപ്പർ വെച്ചെങ്കിൽ അപ്പം നമ്മളെ ഗ്രാഫിൻ്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരാളെന്ന് വെച്ചെങ്കിൽ ഗ്രാഫിൻ്റെ ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും. ഒരു ഗ്രാഫ്റ്റിൽ ഒരു മുടി ഉണ്ടാവും, കുറേ ആളത് 2 മുടി ഉണ്ടാവും, കുറേ ആളത് 3 മുടി ഉണ്ടാവും, 4 ഉണ്ട്, 5 വരെ കിട്ടിയിട്ടുണ്ട് മുടി ഒരു ഗ്രാഫ്റ്റിൽ. ഇപ്പം എൻ്റെത് കിട്ടിയത് 3 മുടി, 2 1 2 3 അങ്ങനെയാണ് എൻ്റെത് കിട്ടിയത്. ഇപ്പം 4 5 അല്ലാമ്പോൾ ഡബിളായി. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നല്ല റിസൾട്ട് വരും. ഇപ്പം ഞാനിപ്പോൾ ഒരു 3000 ഗ്രാഫ്റ്റ് ഇവിടെ വെച്ച് ഫ്രണ്ട് മാത്രം വെച്ച് അതൊരു 1 2 3 മുടി വെച്ചിട്ടുള്ള ഗ്രാഫ്റ്റാണ് ഞാനിവിടെ വെച്ചത്. എനിക്ക് കിട്ടുന്ന ഗ്രാഫ്റ്റിൽ 3 അല്ല, ചിലപ്പോൾ 5 6 7 അല്ല 3 4 5 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്താക്കാം കുറച്ചും കൂടി ബാക്കും കൂടി വെക്കാം. അപ്പോൾ എന്തോ ഇതേപോലെ റിസൾട്ട് എനിക്ക് ഇവിടെയും വരും. പക്ഷെ എൻ്റെ ഗ്രാഫിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഇല്ല, ഒരു 3 അത് ഓക്കെയാണ്. അതിനേക്കാളും ക്വാളിറ്റി വരുന്നതുണ്ട് ഗ്രാഫിറ്റ്. കുറേ ആൾ അത് അവരവർ ഡിപ്പെൻഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വെക്കേണ്ടത്. ഇപ്പം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ മൊത്തം മുടിയിൽ കംപ്ലീറ്റ് പോയ വെറുതെ നമുക്ക് എടുക്കുന്ന സമയത്ത് ഗ്രാഫ്റ്റിൽ ഇപ്പോൾ ഒരു 1 2 3 മുടിയിലെ ഗ്രാഫ്റ്റ് ആണെങ്കിൽ അവർ ഫ്രണ്ട് മാത്രം വെച്ചാൽ മതി, ബാക്ക് ശ്രദ്ധിക്കേണ്ട. അത് കുറച്ച് കഴിഞ്ഞ് വളർന്ന് വരുമ്പോൾ ബാക്കിയൊന്ന് സെറ്റ്. പിന്നെ നമുക്ക് ബാക്ക് അത്ര ബോറായിട്ട് തോന്നില്ല, മുടി ഫ്രണ്ട് കവർ ചെയ്യുമ്പോൾ സെറ്റാവും. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതൊരു സിറ്റിംഗ് കൂടി ചെയ്തിട്ട് നമുക്ക് എന്താക്കാം ആ ബാക്കിലും കൂടി ഒന്ന് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് എന്താക്കാം ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യാം, അവിടെ മാത്രം ഒന്ന് ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ അതിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടി ആവുന്നത്. അപ്പം
എന്താ പറയുക മറ്റേ ആ ഒരു കംപ്ലീറ്റ് നമുക്ക് ആ രീതിയിൽ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഡോക്ടർ നമ്മളോട് പറയും. അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾക്ക് സെറ്റായിട്ട് നമുക്ക് എന്താക്കുന്നത് വെക്കുന്നത്. പിന്നെ കുറേ ആൾ നല്ല കഷ്ടണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് കൂടിയിൽ നല്ല ഉപകാരപ്പെടും ഈ വീഡിയോ. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അത്ര റിസൾട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല, അതെന്ത് അത് ക്ലിനിക്കിൻ്റെ പ്രശ്നമാണോ, നമ്മൾ പോയ ക്ലിനിക്കിൻ്റെ പ്രശ്നമാണോ? അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ പോയ ചിലപ്പോൾ നല്ല ക്ലിനിക്ക് ആയിരിക്കാം, പക്ഷേ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ പോയ നല്ല ക്ലിനിക്ക് ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ഗ്രാഫിന് ക്വാളിറ്റി വലിയ പെർഫെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിനിക്കിൻ്റെ തെറ്റല്ല, അത് ആ സമയത്ത് തന്നെ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിന് ക്വാളിറ്റി കുറവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇപ്പം നമുക്ക് ഇന്ന ആളെ നോക്കിയിട്ട് അതേപോലെ തന്നെ മറ്റവർക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ മറ്റവനെ പോലെ തന്നെ ആവണം നോക്കിയാൽ നടക്കില്ല. എൻ്റെ ഗ്രാഫിന് ക്വാളിറ്റിയും ഡോക്ടർമാർ ആ സർവീസും കാര്യങ്ങളും അതെല്ലാം ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എൻ്റെ ഗ്രാഫിന് ക്വാളിറ്റിയും കൂടി അതും കൂടി ആയിരിക്കും ഇതിൻ്റെ നമുക്ക് റിസൾട്ട് നമുക്ക് ആ റിസൾട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം എൻ്റെ ഇത് ഇത്ര ആണെങ്കിൽ ഇപ്പോൾ ഒരു വേറെ ഗ്രാഫ് എന്നെക്കാളും നല്ല ഹൈ ക്വാളിറ്റി ഗ്രാഫ് എന്നെക്കാളും നല്ല റിസൾട്ട് വരും. ചിലപ്പോൾ മറ്റവർക്ക് ഇപ്പം ഒരു ഇത്ര നല്ല ഇതുണ്ട്, പക്ഷെ അവനേക്കാളും ഗ്രാഫ്റ്റ് ക്വാളിറ്റി കുറവാണ് എനിക്കെങ്കിൽ എനിക്ക് അത്ര റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. അതൊരു ഡിപ്പെൻഡ് ആണ്, ഒരു ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ആണ്. അതുപോലെ തന്നെ കുറേ ആൾ ചോദിക്കുന്നത് ഇപ്പം എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മുടി ഇല്ലെങ്കിൽ എന്താവുന്നില്ല. അത് അവർ വെച്ചെങ്കിൽ അത് ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ഡോക്ടർ പ്രോപ്പറായിട്ട് പറയും. ഇപ്പം നമുക്കിപ്പം ബാക്കിൽ നിന്ന് മാക്സിമം അവർ എടുക്കാൻ പറ്റും, ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ എടുക്കും, എന്നിട്ടില്ല നിങ്ങൾക്ക് താടിയിൽ നിന്ന് എടുക്കും, പിന്നെ ചെസ്റ്റിൽ നിന്ന് എടുക്കും. അത് പല രീതിയിലും ഉണ്ട്. അതൊരു ക്ലിനിക്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോവാൻ നോക്കിയിട്ട് ഡോക്ടർ പ്രോപ്പറായിട്ട് പറയും. നമുക്ക് അതോടൊരു ടെൻഷൻ അടിക്കാൻ ഇതാക്കാനോ ഒന്നും നിൽക്കണ്ട. പിന്നെ കുറേ ആൾ ഒരു ചെയ്ത് ചോദിച്ചിട്ട് നമ്മൾ 100 ആളോട് ചോദിക്കും, കുറേ അഭിപ്രായം ചോദിക്കാമെന്നെങ്കിൽ പിന്നെ ഇത് തീരലുണ്ടായില്ല. പിന്നീട് കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചെയ്തെങ്കിൽ ഇനിയിപ്പോൾ ദുബൈക്ക് പോകുന്ന എങ്ങനെ, ദുബൈക്ക് പോയി പിന്നെ അടുത്ത വെള്ളം യൂസ് ആവും, അപ്പോൾ പിന്നെ ആകെ ഇതായി പോയില്ല, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇത് ലൈഫ് ലോങ് അല്ലല്ലോ, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോയിഞ്ഞോ എന്താക്കും. അങ്ങനെ നോക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കിവിടെ ഒന്നും ജീവിക്കാൻ പോലും പറ്റില്ല. കാരണം നാളെ മെല്ലെ മരിക്കേണ്ട ആൾക്കാരാണ്, എല്ലാവരും മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. എന്നിട്ട് ആ ഒരു ചിന്ത കണ്ടിട്ട് ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുക, ഇപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഹാപ്പിയിൽ ജീവിക്കുക, നാളെ മരിക്കേണ്ടതല്ലേ, കാര്യമില്ല. അത് അപ്പോൾ അല്ലേ ആ സമയത്ത് നോക്കാം. നമ്മ ഇനി മറ്റേ വരാൻ പോകുന്നത് ഓർത്തിട്ടും കഴിഞ്ഞ് ഓർത്തിട്ടും ടെൻഷൻ അടിക്കേണ്ട. പ്രസന്റ് സിറ്റുവേഷൻ, ബി ഹാപ്പി. പ്രസന്റ് സിറ്റുവേഷന് കാര്യങ്ങൾ ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞാൽ ഞാൻ ഇത് മാത്രം പറയുന്നു, മറ്റൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഇങ്ങനെ നോക്ക്, കാര്യങ്ങൾ സെറ്റായിട്ട് നല്ലൊരു ജെന്യൂൻ ആയിട്ട് ക്ലിനിക്കിൽ പോവുക, കാര്യങ്ങൾ ചെയ്യുക, സെറ്റാക്കുക. പിന്നെ ഫ്യൂച്ചർ അത് ആ സമയം നോക്കാം. ആ സമയത്ത് എനിക്കിലൊരു ഇപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നത്തിൽ എന്തെങ്കിലും എനിക്കുള്ളൊരു ആൻസർ തീർച്ചയായിട്ടും നമുക്ക് കൺമുന്നിൽ നമുക്ക് എന്താകും ദൈവം കാണിച്ചു തരും, യാതൊരു സംശയമില്ല. അത് ആ സമയത്ത് അപ്പോൾ ചിന്തിക്കുക. നമ്മൾ ആ വരാൻ പോകുന്നത് ഇപ്പോഴേ ഓർത്തിട്ട് ടെൻഷനുണ്ട്. ഇപ്പോൾ എന്താക്കുക പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് അതിനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ചെയ്യുക, സംഭവം സെറ്റാക്കുക, ഹാപ്പി ആയിട്ട് പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറേ ആളെന്തൊക്കെ ഇപ്പം എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ വരുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഓരോന്ന് നോക്കിയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് പറയുന്നൊന്നുമല്ല, പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓർമ്മ ചെയ്ത് ഞങ്ങൾ മുമ്പിൽ പറഞ്ഞു. കുറേ ചിലപ്പോൾ റെക്കോർഡ് ഓഫ് ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് കുറേ എന്തെല്ലാം എൻ്റെ മൈൻഡിലേക്ക് വരും, അപ്പോൾ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടാവും. കുറേ ഡൗട്ട്സും കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസ് ഇട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഇപ്പോൾ ഞാൻ ഇട്ട വീഡിയോസിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ക്ലിയർ ഞാൻ അവിടെ പോയിട്ട് ചെയ്ത വ്ളോഗും ആ ഒരു കംപ്ലീറ്റ്ലി അവർ സർവീസ് ചെയ്യുന്ന ഒരു വ്ളോഗും പിന്നെ അതുപോലെ തന്നെ മിനോക്സിഡൻറ്റും അതുപോലെ പ്രൈസ് എനിക്ക് എത്ര ടോട്ടൽ കോസ്റ്റ് ആയതും എല്ലാം ഞാൻ വ്ളോഗ് ടോട്ടൽ കോസ്റ്റ് ആയതും അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ ഈ ലിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും തീർച്ചയായിട്ടും. പിന്നെ എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതിൻ്റെ റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരും. എന്തായാലും താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.